കിരൺ, ഇത്തവണ രേഖപ്പെടുത്തിയത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് എന്നത് ആയിരുന്നല്ലോ. ആദ്യഘട്ടത്തിൽ തന്നെ അത് പ്രകടമായിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് 67% മുകളിലും ഉയരുന്നു. അതാണ് മഹാഗഠബന്ധന് കൂടുതൽ വിശ്വാസം നൽകുന്നത്. അതായത് സ്ത്രീകളും യുവാക്കളും ഒക്കെ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അവർ തങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. ആ മാറ്റത്തിന് വേണ്ടിയുള്ള വോട്ടാണ് അവർ രേഖപ്പെടുത്തിയത് എന്നതാണല്ലോ ഗഠബന്ധൻ പറയുന്നത്. രണ്ട് കൂട്ടരും ഒരുപോലെ തന്നെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ബീഹാറിനെ സംബന്ധിച്ച് സമീപകാലത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് റേറ്റാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ച് രണ്ടാം ഘട്ടത്തിൽ വളരെ ഉയർന്ന പോളിംഗ് റേറ്റാണ് രേഖപ്പെടുത്തിയത്. ഈ സ്ഫോടനത്തിന് ആ ദിവസം തൊട്ടടുത്ത ദിവസമാണ് ഈ ഇലക്ഷൻ നടക്കുന്നത് എന്നതുകൂടി ആലോചിക്കണം. അങ്ങനെ വലിയൊരു പോളിംഗ് ശതമാനമുണ്ടായി. ഈ പോളിംഗ് ശതമാനത്തിലേക്ക് ഒരു കാലത്ത് ലാലു പ്രസാദ് യാദവിൻ്റെ ജാതി സമവാക്യത്തിന് അപ്പുറത്തേക്കുള്ള ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ പാവപ്പെട്ട ആളുകൾ, അതോടൊപ്പം തന്നെ സ്ത്രീകൾ എന്നുള്ളതായിരുന്നു. പിന്നീട് ഈ സ്ത്രീകളുടെ വിഷയത്തിൽ സ്ത്രീകളുടെ വലിയ പിന്തുണ നേടിയത് നിതീഷ് കുമാറാണ്. കഴിഞ്ഞ കുറേ കാലമായി ജാതിക്ക് അപ്പുറത്തേക്ക് സ്ത്രീകളുടെ ഒരു പൊതു പിന്തുണയുള്ള നേതാവായി മാറിയത് നിതീഷ് കുമാറാണ്. ഇത്തവണ ഈ 10,000 രൂപ വീതം അവർക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് നൽകുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാവാം. തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതലായി സ്ത്രീകൾ വോട്ട് ചെയ്യാൻ എത്തുന്നു. ബീഹാറിനെ പോലെ സംസ്ഥാനത്തൊക്കെ നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, പലതരത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലെ തന്നെ ചരിത്രത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ നാളന്തയൊക്കെ ഉണ്ടായിരുന്ന ഒരു സർവകലാശാല ഒക്കെ ഉണ്ടായിരുന്ന ഒരു നാടാണ് ബീഹാർ എന്നത് ഓർക്കണം. അത്രയൊക്കെ വലിയ പാരമ്പര്യമുള്ള ഒരു നാട്ടിൽ നിന്നാണ് അവസാനം നിരക്ഷരതയിലേക്ക്, അല്ലെങ്കിൽ ജാതീയമായ അസമത്വത്തിലേക്ക്, സാമൂഹ്യ അസമത്വത്തിലേക്ക്, സാമൂഹികമായ പിന്നോക്കാവസ്ഥയിലേക്കൊക്കെ ഈ നാട് മാറി. ഒരു കാലത്ത് ബീഹാർ എന്നാൽ ബീമാരി സ്റ്റേറ്റ് എന്ന് വരെ വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഇപ്പോൾ അതിജീവിക്കുന്നുണ്ട് ലേഖനം. അതെ, ബീഹാറിന്റെ ആ ചിത്രം മാറി. യഥാർത്ഥത്തിൽ ബീഹാറിലെ രണ്ട് പ്രധാന നേതാക്കൾ, അത് നമുക്ക് പിന്നീട് വിശദമായി പരിശോധിക്കാം. അതിന്റെ തുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലാലു പ്രസാദ് യാദവ് ഉറച്ച അദ്ദേഹത്തിന്റെ ഒരു സോഷ്യലിസ്റ്റ് നിലപാടുകൾ കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജാതി സമവാക്യത്തെ തകർത്തുകൊണ്ടാണ് പിന്നോക്ക ജാതിക്കാരും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളും സാധാരണക്കാരും ഒക്കെ അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ഒരു വോട്ട് ബാങ്കിലേക്കാണ് എക്സ്ട്രീംലി ബാക്ക്വേർഡ് എന്ന് പറയുന്ന പിന്നോക്ക വിഭാഗത്തിലെയും മുസ്ലിമിലെയും എക്സ്ട്രീംലി ബാക്ക്വേർഡായ വിഭാഗങ്ങളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിതീഷ് കുമാർ 2005 ആദ്യമായി അധികാരത്തിലെത്തുന്നത്. അതുവരെ ബീഹാറിൽ ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തിൽ ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഗുണ്ടാരാജ് ആയിരുന്നു. കാര്യമായ വികസനം ഇല്ലായിരുന്നു എന്നതാണ്. നിതീഷ് കുമാർ ബീഹാറിൽ എത്തിയ ശേഷമാണ് യഥാർത്ഥത്തിൽ വികസനത്തിന്, ബീഹാറിൻ്റെ കാലങ്ങളായി ഇല്ലായിരുന്ന വികസനത്തിലേക്ക് ഒരു വികസനം കൊണ്ടുവന്നത്, പ്രത്യക്ഷമായ വികസനം കൊണ്ടുവന്നു. അവിടുത്തെ സ്കൂളുകൾ, അധ്യാപകരെ നിയമിക്കുക, റോഡുകൾ നിർമ്മിക്കുക. അങ്ങനെയാണ് അദ്ദേഹത്തെ സുശാസൻ ബാബു എന്നുള്ള ഒരു വിളിപ്പേര് നിതീഷ് കുമാറിന് ലഭിച്ചതും നിതീഷ് കുമാർ ആ പ്രതിച്ഛ എല്ലാ കാലത്തും നിലനിർത്തുകയും ഒക്കെ ചെയ്തത്. അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോഴും അവിടെ ഉന്നയിക്കുന്നത് അത് തന്നെയാണ്. തേജസ്വി യാദവ് പറഞ്ഞതുപോലെ ഈ ഗുണ്ടാരാജൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ എന്തിനാണ് ഇപ്പോൾ തൻ്റെ രാഷ്ട്രീയത്തെ, താൻ മുൻനിരയിൽ നിൽക്കുന്ന രാഷ്ട്രീയത്തെ ആക്രമിക്കുന്നു എന്നുള്ള ചോദ്യമൊക്കെ ഇപ്പോഴും ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ പഴയ ലാലുവിൻ്റെ ഗുണ്ടാരാജിനെ, അല്ലെങ്കിൽ അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും ജംഗിൾ രാജ് എന്ന പ്രയോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. മനു, പക്ഷേ ഈ ബീഹാറിന്റെ കഴിഞ്ഞ ചരിത്രം കൂടി പരിശോധിച്ച് നോക്കിയാൽ അവിടെ ആ കണക്കുകൾ കിരൺ ബാബു സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് എക്സിറ്റ് പോളുകളുടെ പ്രവചനവുമായി ബന്ധപ്പെട്ട കണക്കുകളും പിന്നീട് വന്ന റിസൾട്ടുമൊക്കെ RJDയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയിരുന്നിട്ട് പോലും അധികാരത്തിലേറാൻ സാധിച്ചില്ല എന്ന വലിയ തിരിച്ചടി നേരിടുന്നു. അതേസമയം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന അഭിമാനവും അവർക്കുണ്ട്. ഒരു പക്ഷേ കോൺഗ്രസ് കൂടി നില മെച്ചപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല. കാരണം ചെറിയ വ്യത്യാസത്തിൽ ആണ് NDA അവിടെ അധികാരത്തിൽ തുടർന്നത്. അതിനൊക്കെ അപ്പുറത്ത് ഈ വോട്ടുകളുടെ കണക്ക് പരിശോധിക്കുമ്പോഴും %കളിൽ ആണല്ലോ കിരൺ, മനു, ഈ വോട്ടുനില മാറിമറിയുകയും ഭൂരിപക്ഷം മാറിമറിയുകയും വിജയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത്തവണയും അത്തരത്തിലുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് വിലയിരുത്തേണ്ടത്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അത് നിരവധിയായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള നിരവധിയായ പ്രഖ്യാപനങ്ങൾ, ഒപ്പം ഈ സ്ത്രീകൾക്ക് 10,000 രൂപ അക്കൗണ്ടിലേക്ക് എത്തിയത് ഒക്കെ ഉയർത്തി കാണിക്കുന്നു. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാജ്യസുരക്ഷ പോലെയുള്ള വിഷയങ്ങൾ അവിടെ ചർച്ചയായി വന്നിരുന്നു. അവിടേക്ക് ഈ പലായനം, തൊഴിലിൻ്റെ പേരിലുള്ള പലായനം ചർച്ചയായി വരുന്നു. നിരവധിയായ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ടായിരുന്നു. അത് ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കുന്നു. അതായത് ഏത് മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാലും ചെറിയ മാർജിനിൽ ആയിരിക്കും ഈ വോട്ട് നിലയിലെ വ്യത്യാസം ഇത്തവണയും എന്നാണോ അനുമാനിക്കേണ്ടത്? ഇതിൽ വോട്ട് വ്യത്യാസം ഒരു ചെറിയ ശതമാനമാണെങ്കിലും അത് ഉണ്ടാക്കാവുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ഈ എക്സിറ്റ് പോളുകളെ തീർത്തും വിശ്വസിക്കേണ്ട എന്ന് കരുതുന്ന രാഷ്ട്രീയ നിരീക്ഷകരിൽ ഒരു വലിയ വിഭാഗം ആലോചിക്കുന്നത്, ഒന്ന്,
ആരാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിൽ പല എക്സിറ്റ് പോളുകൾക്കും അതിൽ തേജസ്വിയുടെ പേര് ഉയർന്നു വന്നു. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകൾ പറയുന്ന തരത്തിൽ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഒരു നേട്ടമുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. തൊഴിലാണ് പ്രധാന വിഷയം. എല്ലാ വീടുകളിലും ഒരു സർക്കാർ ജോലി നൽകും എന്ന വാഗ്ദാനം തേജസ്വി നടത്തിയിട്ടുണ്ട്. അത് അവർക്ക് നേട്ടമാകും. അതുകൊണ്ട് എക്സിറ്റ് പോളുകൾ ഫലിക്കില്ല എന്ന് കരുതുന്നവരുണ്ട്. ജാതി സമവാക്യങ്ങൾ വലിയ തോതിൽ നടപ്പിലാക്കാൻ മഹാഗഠബന്ധന് കഴിഞ്ഞു. അതുകൊണ്ട് എക്സിറ്റ് പോളുകൾ അത് ഫലിക്കില്ല എന്ന് കരുതുന്നവരുണ്ട്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ ഒരു സാന്നിധ്യം ഗുണം ചെയ്യും എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെ സാമ്പത്തികമായി വളരെ എക്സ്ട്രീംലി ബാക്ക്വേർഡായി നിൽക്കുന്നവരുടെ പിന്തുണ പ്രതിപക്ഷത്തിനുണ്ട് എന്ന് കരുതുന്നവരുണ്ട്. ഒപ്പം ഈ സ്കീം വർക്കേഴ്സ്, ജീവിക ദീദിമാർ, അതുപോലെയൊക്കെയുള്ള നമ്മുടെ ആശാ വർക്കർമാരെ പോലെയൊക്കെ അവിടെയുള്ള സ്കീം വർക്കേഴ്സിനെ എല്ലാം സ്ഥിരപ്പെടുത്തും എന്നും അതുപോലെ ഈ വനിതാ സംരംഭകർക്ക് വലിയ നേട്ടങ്ങൾ നൽകും എന്നുമൊക്കെയുള്ള മഹാഗഠബന്ധൻ്റെ പ്രഖ്യാപനം ഇതൊക്കെ ഗുണം ചെയ്യും എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇത് വിജയിക്കില്ല എന്ന് കരുതുന്ന ഒരു വലിയ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വലിയ വിഭാഗം തന്നെയുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് അവിടുത്തെ സ്ത്രീകൾക്ക് വലിയ തോതിൽ ഈ സർക്കാരിനോടൊരു മമത തോന്നാൻ ഒന്നാമത്തെ കാരണം അത് മദ്യനിരോധനത്തെ സംബന്ധിച്ചാണ്. ബീഹാർ നേരിട്ട ഒരു വലിയ പ്രശ്നമാണ് ഈ മദ്യപാനം. ഇപ്പം നഗരങ്ങളിൽ മദ്യം തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് കടത്തി വരുന്നുണ്ട്. അത് BJP നേതാക്കൾ തന്നെ പറഞ്ഞു അവിടെ ഇത് വരുന്നുണ്ട്. പക്ഷേ മനു, അവിടെ ഈ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി അവർ പറയുന്നത് മദ്യം തിരികെ കൊണ്ടുവരണം എന്നുള്ളതാണല്ലോ. അത് മാത്രവുമല്ല, തേജസ്വി യാദവിന്റെ പ്രകടന പത്രികയിൽ ഈ കള്ളുചെത്ത് പോലെയുള്ള വിഭാഗങ്ങളെ ഈ മദ്യ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന തരത്തിലുമൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ പൊതുവെ ബീഹാറിലെ സ്ത്രീകൾ ഈ ഇതിന് പൂർണ്ണമായും എതിരാണ്. മാത്രമല്ല അവർക്ക് ക്ഷേമ പദ്ധതികളിൽ നേരിട്ട് പണം കിട്ടുന്നു. ഇതൊക്കെ ബീഹാറിലെ സ്ത്രീകളിൽ വലിയൊരു മാറ്റമുണ്ടാക്കും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോളിംഗ് ബൂത്തിലെത്തുന്ന പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. അതൊരു വലിയ എഡ്ജ് ഈ NDAക്ക് നൽകും എന്നാണ് കണക്കാക്കേണ്ടത്. മാത്രവുമല്ല ഇതിൻ്റെ ഒരു പൊതു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ രാംവിലാസ് പാസ്വാൻ വിഭാഗത്തിൻ്റെ ഒരു കൂടുതൽ അവരെ കൂടുതൽ വിശ്വാസത്തിലെടുത്തത് ചിരാഗ് പാസ്വാന് കൂടുതൽ സാധ്യതകൾ നൽകിയത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഗുണം ആകും NDAക്ക് എന്നാണ് അവരുടെ. എന്തായാലും മനു, ആ വനിതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതാ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു നിരവധിയായ വനിതകൾ. അങ്ങനെ വനിതാ വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ വനിതകളുടെ വോട്ടുകൾ ഇക്കുറി നിർണായകമാകും ബീഹാറിൽ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അവിടെയാണ് വാരിക്കോരിയുള്ള ക്ഷേമ പദ്ധതികൾ എന്ന് തന്നെ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാമായിരുന്നു. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ NDA ആകട്ടെ മഹാഗഠബന്ധൻ ആകട്ടെ നിരവധിയായ പ്രഖ്യാപനങ്ങൾ അവിടെയും ഫോക്കസ് ചെയ്തിരുന്നത് സ്ത്രീകളെ തന്നെയായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ കിരൺ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൽ ഈ ഘട്ടത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അന്തരിച്ച മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ വാക്കുകൾ തന്നെയാണ്. തലനരയ്ക്കുവതല്ലൻ്റെ വൃദ്ധത്വവും തലനരയ്ക്കാത്തതല്ലൻ യുവത്വവും എന്നുള്ളതാണ്. അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലടക്കം നിതീഷ് കുമാറിന് എതിരെ ഉയർന്നിരുന്ന പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹത്തിന് വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തേജസ്വി യാദവ് പലപ്പോഴും അത് പറയുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. യുവത്വമാണ് നയിക്കേണ്ടത്.